കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കണ്ണൂർ കോർപ്പറേഷനിലെ തിലാനൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ ഗോകുലം എന്ന വീട്ടിലാണ്. ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു പച്ചത്തുരുത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഫീലാണ്. കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട അനിമാഷെ തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സി അനിൽകുമാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുക കോളേജ് ഓഫ് കൊമേഴ്സിൻ്റെ പേര് കൂടി പറയണം. വടക്കേ മലബാറിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് ഓഫ് കൊമേഴ്സ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് 3.5 പതിറ്റാണ്ട് കൊണ്ട് ഈ സ്ഥാപനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അധ്യാപകൻ്റെ റോളിൽ തിളങ്ങിയ അനിമാഷ് കടന്നു വന്ന വഴികൾ, ഏതാണ്ട് 7ഓളം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മലബാറിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 4 പ്രമുഖ സംഘടനകളുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അനിമാഷിനെ അറിയാനുള്ള ഒരു ശ്രമമാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിലൂടെ നടത്തുന്നത്. കോളേജ് ഓഫ് കൊമേഴ്സിൻ്റെ സ്ഥാപകൻ, അതോടൊപ്പം തന്നെ ഒത്തിരി കോൺകോട് കോളേജ് ഉൾപ്പെടെ ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും അതിൻ്റെ മുന്നണി പോരാളിയുമായ അനിമാഷിന് സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനിമാഷ്, ഈ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമാന്തര കലാലയങ്ങളൊക്കെ ഒരു കാലത്ത് ഒത്തിരി നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ അതൊരു നൊസ്റ്റാൾജിയാണ്. സമാന്തര കലാലയങ്ങളായിരുന്നു ഏറ്റവും കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരുടെ തന്നെ ഓർമ്മകളിൽ കടന്നു വരുന്ന ഒരു സാധനമാണ്. താങ്കൾ തുടക്കം മുതലേ സമാന്തര കലാലയവുമായി ബന്ധപ്പെട്ട് പഠനകാലം മുതൽ ഒറ്റ മുറിയിൽ ട്യൂഷൻ എടുത്ത് 4 വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഗുരുവായി തുടരുകയാണ് താങ്കൾ. എങ്ങനെയാണ് തുടക്കം? എങ്ങനെയാണ് താങ്കളുടെ ജനനം എവിടെയാണ് ശരിക്കും? ഞാൻ ജനിച്ചത് തിലാനൂരിലാണ്. തിലാനൂരിൽ തന്നെ, ഇവിടെ തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലമല്ല, ഇതിന് കുറച്ച് കിലോമീറ്റർ. മാതാപിതാക്കളൊക്കെ ഒരു കർഷക കുടുംബമാണ്. കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പം ഞാൻ ജനിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വാടക വീട്ടിലാണ് എൻ്റെ ജനനം. അപ്പോൾ വാടക വീട്ടിൽ ജനിച്ചു. പിന്നെ പഠനമൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അന്നൊക്കെ സ്കൂളിലേക്ക് പോയത് ശരിക്കും പഠിക്കാനല്ല, ഭക്ഷണത്തിന് വേണ്ടിയല്ലേ, ഉപ്മാവിന് വേണ്ടി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വളരുന്നു. ഒരു 10th കഴിയുമ്പോഴാണ് നമുക്കൊരു ബോധമൊക്കെ വരുന്നത്. ഈ 10th വരെ ഏത് സ്കൂളുകളിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിനടുത്തുള്ള സത്രം LP സ്കൂൾ, പിന്നെ തിലാനൂർ UP, പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ചേലോറ ഹൈസ്കൂൾ. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം 3 സ്കൂളുകളിലായിട്ടാണ്. അതെ അതെ അതെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ SN കോളേജിലേക്ക് പോയി. അവിടുന്ന് ഡിഗ്രി. അതെ അതെ, ഡിഗ്രി PG ഒക്കെ. വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞാൽ ഈ കർഷക കുടുംബമാണെങ്കിലും ആ കാലഘട്ടത്തിലെ 3.5-4 പതിറ്റാണ്ട് മുമ്പുള്ള ആ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണ്. അതെ അതെ. അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നീ ഒരു ബാങ്ക് എംപ്ലോയി ആവണമെന്നാണ് അന്ന് പറയാറ്. പിതാവ് ആഗ്രഹിച്ചു. നിങ്ങൾ എത്ര മക്കളായിരുന്നു? നമ്മൾ 4 പേരാണ്. ഞാനാണ് മൂത്തയാൾ നിങ്ങളാണ്. അപ്പൊ മൂത്തയാൾ എന്നുള്ള കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക്. എത്രാം വയസ്സിൽ ഈ നിങ്ങൾ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം മുതലേ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം? അതെ അതെ. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ +1, അതായത് ഫസ്റ്റ് PDCക്കുള്ള കുട്ടികൾക്ക് എന്നോട് അത്യാവശ്യം സംശയങ്ങളൊക്കെ ചോദിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ് എടുത്തു. അതെ. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ ആ സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ അക്കൗണ്ടൻസിയാണ് എൻ്റെ ഒരു പ്രധാന വിഷയം. അതിൽ 90ൽ 89 മാർക്ക് എനിക്ക് ഉണ്ടായി. 90 ആ കാലഘട്ടത്തിൽ, കാരണം അന്ന് SSLCക്ക് 42%, വിജയ ശതമാനം 42-38ഒക്കെയാണ്. അപ്പോൾ എനിക്ക് അത് നല്ല എന്താ പറയുക പാഷനായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ എന്നോട് പലരും അന്നേരം സംശയമൊക്കെ ചോദിക്കാറുണ്ട്, ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി, നമ്മൾ കുറച്ചാൾക്കാർ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അപ്പം അന്നേരം അതിൻ്റെ അകത്ത് തോറ്റ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ നമുക്കിങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ പറഞ്ഞു തരുമോ, നീ ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പരീക്ഷ എഴുതാൻ ഒരു 10-15 കുട്ടികൾ വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് തുടക്കം. അപ്പോൾ അവർ എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇപ്പൊ ഒരു 2-3 മുറി അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്ന കാലഘട്ടം. അപ്പോഴ് ഇവര് അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അവിടെ അങ്ങനെ സൗകര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ. എൻ്റെ നാട്ടിൽ അന്നൊരു ട്യൂഷൻ സെന്റർ നമ്മുടെ ചൊവ്വ ഹൈസ്കൂളിൽ ഒരു സദാനന്ദൻ എന്ന് പറഞ്ഞ അധ്യാപകൻ തുടങ്ങിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അവിടെ സ്കൂൾ അതിന് വിദ്യാ കോളേജ് എന്നാ പേര്. ഇല്ല, 87 ഒന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 85 അങ്ങനെ.
അപ്പോൾ 85-ൽ അങ്ങനെ അവിടെ അത് പൂട്ടിയിട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാഷെ പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ പറയുന്നുണ്ട്, അത് എടുക്കാൻ പറ്റുമോ? ഓ വളരെ സന്തോഷം, നിങ്ങളെടുത്തോ, അത് പൂട്ടിക്കിടക്കുകയാണ്, നിങ്ങളെടുത്തോ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ എടുത്തു. ഞാൻ എടുത്തു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ ഒരു പൈസയൊക്കെ മാഷക്ക് കൊടുത്തപ്പോൾ മാഷക്ക് സന്തോഷം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അനി ഒരു പണി ചെയ്തു, നിനക്ക് ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ, നീ അത് എടുത്തിട്ട് ഇത് നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. നീ എനിക്ക് എന്തെങ്കിലും ഒരു പൈസ തന്നാൽ മതി, അതൊന്നും പ്രശ്നമില്ല, എൻ്റെ ഫർണിച്ചറൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഞാനൊരു 2500 രൂപ എന്നാറ്റം അവർ പറഞ്ഞത് പ്രകാരം അവർക്ക് കൊടുത്തു. അവിടെ തുടങ്ങി. എത്ര കുട്ടികൾ ആദ്യം നിങ്ങളുടെ അടുക്ക വന്നു? ആദ്യം വന്ന ഈ ഒരു 10-15 കുട്ടികൾ വന്നു. ആ 15 കുട്ടികളെയും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാസ്സാക്കി. 15 കുട്ടികളെയും പ്രീ ഡിഗ്രി പാസ്സാക്കി. നിങ്ങൾ അന്നേരം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എസ് എൻ കോളേജിൽ ഡിഗ്രി. വെറൈറ്റി ആണ് അപ്പോൾ. കാരണം പ്രീ ഡിഗ്രി കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ മിനിമം ഡിഗ്രിയും പി ജിയും വേണം എന്ന ഒരവസ്ഥയിലുള്ളപ്പോഴാണ് അവരെന്നെ എൻ്റെ അടുത്ത് വന്നാണ് എന്നോട് ചോദിച്ചു വന്നത് അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇത് പറഞ്ഞു ഞാൻ പഠിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാവും എന്നുള്ളത് ഒരു തോന്നൽ അവർക്കുള്ളത് കൊണ്ടാണ് അവർ വന്നത്. നന്നായി അത് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ 15 കുട്ടികൾ പാസ്സായപ്പോൾ ഈ 15 കുട്ടികൾ തന്നെ പിന്നെ അവർ മാർക്കറ്റ് ചെയ്തു. അവർ പറഞ്ഞു, നിങ്ങൾ പിന്നെ ക്ലാസ് വേണമെങ്കിൽ അനിയൻ്റെ അടുത്ത് പോകണം, എല്ലാവരും പാസ്സാവും, നല്ല ക്ലാസ്സാണ് അതായതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് അവിടെ തന്നെ കുട്ടികൾ കൂടാൻ തുടങ്ങി. അപ്പോൾ അവർ സാധാരണ മാഷ തന്നിരിക്കുന്ന ഒരു റൂമാണെങ്കിൽ ഞാൻ അവിടെ തന്നെ ഒരു 3-4 റൂം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലാസ്സൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹപാഠികളൊക്കെ തന്നെ അധ്യാപകരാക്കി. അവരൊക്കെ കൂടി നമ്മളെല്ലാവരും ഒരു ടീമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലാതെ എല്ലാവരും നമ്മളൊരു കമ്പനിയായിട്ട് അവിടെ ക്ലാസ് എടുത്തു. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള കുട്ടികളൊക്കെ തന്നെ അവിടെ ക്ലാസ്സിന് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ 8th 9th 10th എല്ലാം ക്ലാസ്, ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തു. പിന്നെ അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ എന്നെ കണ്ണൂരിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ആവുമ്പോഴത്തേക്കും ഡിഗ്രി കഴിയാറായി. വിദ്യാ കോളേജ് നല്ല കുട്ടികളൊക്കെ ആയി. അപ്പൊ അത് എൻ്റെ പേരിൽ തന്നെ വേറൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയെ അവിടെ അതിന്റെ ചാർജ് കൊടുത്തു. അദ്ദേഹം ഇപ്പൊ കടമ്പൂർ സ്കൂളിലെ അധ്യാപകനാണ്. അപ്പൊ അവർക്ക് ചാർജ് കൊടുത്തു. മറ്റൊരു അനി, അപ്പൊ അനി എന്ന് പറയുമ്പോൾ ഏതാ അനി എന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല. ബിസിനസ് ടെക്നിക് ആയിരുന്നു. അതേ പേരുള്ള ഒരു അനിക്ക് ചുമതല കൊടുത്തു. അനിമാഷ് അവിടെ ഉണ്ട്, പോയാൽ മതി. അപ്പൊ അങ്ങനെ പുള്ളിക്ക് ചുമതല കൊടുത്തു. പിന്നെ പുള്ളി നല്ല നിലയിൽ തന്നെ അത് കൊണ്ടുപോയി. പിന്നെ ഞാൻ കണ്ണൂരിലേക്ക് എന്നെ പലരും വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു നാഷണൽ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ടായി. അവിടെ കുറച്ച് ക്ലാസ് എടുക്കണം. അത് തെക്കി ബസാറിലാണ്. അതൊരു മാടത്തിന്റെ മുകളിൽ അല്ലല്ല, നാഷണൽ കോളേജ്. അപ്പൊ അവിടെ ഞാൻ പിന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയും കുറെ കുട്ടികളൊക്കെ വന്നു. പിന്നെ അവരവിടെ എനിക്ക് കൃത്യമായിട്ട് അതിന്റെ റെമ്യൂണറേഷൻ ഒന്നും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ നിർബന്ധിച്ചു, അനി അവിടെ ഒരു പിന്നെ വാടക കെട്ടിടമുണ്ട്, നീ അവിടെ തുടങ്ങിക്കോ, അവിടെ ഞാൻ നിന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ടെന്നീസ് കോർട്ടിന്റെ അടുത്ത് നമ്മളൊരു ട്യൂഷൻ ക്യാമ്പസ് എന്ന പേരിൽ അവിടെ ഒരു സ്ഥാപനം, പോലീസ് മൈതാനിയുടെ അവിടെ നമ്മൾ കോളേജ് ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് പേരെഴുതിക്കൊണ്ട് ഒരു സ്ഥാപനം അവിടെ ആരംഭിച്ചു. അങ്ങനെ വലിയ പ്രദേശമാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു 88-89 ആ ഒരു ടൈമിലാണ് നമ്മൾ തുടങ്ങിയത്, കോളേജ് ഓഫ് കോമേഴ്സ്. അപ്പോൾ അവിടെ തുടങ്ങി. അവിടെ അന്ന് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെയാണല്ലോ, കോളേജ് ഓഫ് കോമേഴ്സ് ഇല്ല, കോളേജ് ഓഫ് കോമേഴ്സ് രൂപം കൊള്ളുവാണ് 89-90 ആ കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ നമ്മൾ പേര് കൊടുത്തു. ആദ്യം പിന്നെ 5 കുട്ടികൾ വന്നു. ആദ്യം എന്തായിരുന്നു പേര് കോളേജിന്? കോളേജ് ഓഫ് കോമേഴ്സ് തന്നെ. കോളേജ് ഓഫ് കോമേഴ്സ്. കാരണം എൻ്റെ ഒരു 35 വർഷം മുമ്പ് കോളേജ് ഓഫ് കൊമേഴ്സിന് നിങ്ങൾ തറക്കല്ലിട്ടു. അതെ, തറക്കല്ലിട്ടു. ഈ 4 മുറിയിൽ. 4 മുറിയില്ല, അവിടെ ഒരു മുറി മാത്രം. ഒരു മുറിയിൽ. ഇവിടെ വിദ്യാ കോളേജ് അല്ലേ? അതെ അതെ. അപ്പൊ വിദ്യാ കോളേജിന് ശേഷം കോളേജ് ഓഫ് കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മുറി എടുക്കുന്നു. 5 കുട്ടികളായിട്ട് തുടങ്ങുന്നു. 5-6 അത്രേ കുട്ടികളുള്ളൂ. അപ്പൊ അതിൽ തുടങ്ങുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഈ കണ്ണൂരല്ലേ, നമുക്ക് വാടകയൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അപ്പൊ ഒരു മുറി എടുത്തു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എസ് എൻ കോളേജിൽ നിന്നൊക്കെ ഒരു പട വരാൻ തുടങ്ങി, കുട്ടികളിങ്ങനെ വരാൻ തുടങ്ങി. അപ്പം പിന്നെ കുട്ടികളുടെ ബാഹുല്യം കാരണം പിന്നെ അവിടെ 2 മുറിയായി, 3 മുറിയായി. പിന്നെ റൂം അവിടെ കിട്ടാനില്ല. പിന്നെ നമ്മൾ AKG ഹോസ്പിറ്റലിൻ്റെ അവിടെയും കണ്ണൂർ മാർക്കറ്റിലൊക്കെ ഞാൻ പല സ്ഥലത്തായിട്ടുള്ള ക്ലാസ് നടത്തിയപ്പോഴാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു 40 മുറിയുള്ളൊരു കെട്ടിടം പണിയുന്നുണ്ട് എന്ന് എൻ്റെ ഒരു സുഹൃത്ത് സ്റ്റേഡിയത്തിലുള്ള ഓർമ്മ വസ്ത്രാലയത്തിൻ്റെ റഫീഖ് ഉണ്ട്. ഞാനും അവനൊക്കെ MCOM ഒന്നിച്ച് പഠിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അനി ഇങ്ങനെ ഒരു പിന്നെ ബിൽഡിംഗ് വരുന്നുണ്ട്, എനിക്ക് അറിയുന്ന ആൾ തന്നെയാണ്, നീ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവാണെന്ന് പറഞ്ഞു. അപ്പോൾ അഷറഫ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ചോദിച്ചാൽ എന്തായാലും റൂം തരാതിരിക്കുമല്ലോ. ഞാൻ അദ്ദേഹത്തിനെ സമീപിച്ച പറഞ്ഞു, 40 മുറി. ഏത് ഇവിടെ 4 മുറിയാണുള്ളത്. ഒറ്റയടിക്ക് 40 മുറിയല്ല. നേരം ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിന്റെ അടുത്തും AKGന്റെ അടുത്തും ഒക്കെ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ടാണ്. അപ്പോൾ ഇതിന് ഈ 40 മുറികൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഇതിലേക്ക് അവിടെ ചിന്തിച്ചു. പക്ഷെ 40 മുറിയിൽ ഇരിക്കേണ്ട കുട്ടികളില്ല. ഏത് വർഷമാണ് അത്? എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 95 ആ ഒരു 40 മുറി ഒരു റെഗുലർ കോളേജിന്റെ സെറ്റപ്പിലേക്ക്. അപ്പൊ അതിന് 1.5
ലക്ഷം രൂപയോളം വാടക അങ്ങനെ കൊടുക്കണം. അങ്ങനെ അത്ര ധൈര്യം കിട്ടുക? കാരണം പാരൽ കോളേജ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് 40 മുറിയുള്ള ഒരു പാരൽ കോളേജ് റെഗുലർ കോളേജിന്റെ സെറ്റപ്പിലേക്ക് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരു ഡ്രീമും ഒരു ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ അതിനെ നടക്കുന്നുള്ളതാണ്. അത് അന്നേ തന്നെ അങ്ങനെ ഒരു 40 മുറി 40 മുറി എടുത്തു. അത് 40 ഓണർ തരുന്നു, 40 ജന്മികളാണ് അതിന്. 40 ആളുടെയും കൂടിയിട്ട് എനിക്ക് അവർ വാടക തന്നു. അപ്പം പിന്നെ ആദ്യം ഒരു തുടക്കം ആൾക്കും വേറെ വിരുദ്ധ അഭിപ്രായമൊന്നുമില്ല. അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ 40 കുടുംബ പ്രോപ്പർട്ടി ആയിരിക്കും. അല്ലല്ല 40 പ്രത്യേകിച്ച് വല്ല പ്രവാസികളുടേതാണ്. അപ്പൊ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 ആൾക്കാരുണ്ട്. അവര് രണ്ടുപേരും കൂടി ചേർന്ന് ഇങ്ങനെയാണ് അത് കൊടുക്കണം, എനിക്ക് അറിയുന്ന ആളാണെന്നൊക്കെ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് അവർ ഇതൊക്കെ തന്നു. 40 മുറിയിൽ അവിടെ നടത്തി. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്കൊരു സംശയമാണ്. എൻ്റെ വൈഫിനോട് ചോദിച്ചു, അനിമാഷ് എന്ത് കണ്ടിട്ടാണ് ഇത്രക്കൊക്കെ വാടകയൊക്കെ കൊടുക്കാൻ പറ്റുമോ, ഇത് നിലനിൽക്കുമോ, ഇതെല്ലാം വലിയ പ്രശ്നമാവില്ലേന്ന്. ഞാൻ പറഞ്ഞു 28 വർഷം മുമ്പാണ് ആലോചിക്കേണ്ട കാര്യമാണത്. ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ഒരു ഈ പാരൽ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മഠത്തിന്റെ അതിനൊരു ഇന്നോവേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അന്നേ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പൊ അവിടെ എല്ലാവരും വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ വാടക കെട്ടിടമാണെങ്കിലും അതിന്റെ ഓഫീസ് സെറ്റപ്പും എല്ലാ കാര്യങ്ങളും ആ ഒരു ടച്ചിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നത് ക്രൈസ്റ്റും പാട്യംസും ഒക്കെ അന്ന് തലശ്ശേരിയിൽ ശൂരായി ചന്ദ്രമാഷും ആ പാട്യം പാട്യം രായമാഷും ഒക്കെ ഉള്ള ആ കാലഘട്ടം തന്നെയാണ് നിങ്ങളിവിടെ. അവര് മാടത്തിന്റെ മുകളിലാണ്, പഴയ പാണ്ഡ്യശാലകളുടെ മുകളിലാണ് തലശ്ശേരിയിൽ പാരൽ കോളേജുകൾ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോളേജിന്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു സമാന്തര വിദ്യാലയത്തിന് തുടക്കം കുറിച്ചു. ഈ 40 ക്ലാസ് റൂമുകളും പിന്നെ കുറച്ച് ഒരു 2 വർഷത്തിനിടയിൽ തന്നെ അതൊക്കെ ഫുള്ളായി. അവിടെയൊക്കെ കുട്ടികൾക്ക് പിന്നെ നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ അന്ന് നമ്മൾ മെയിൻ ആയിട്ട് ബികോം ഒക്കെയാണ്. ബികോം, BA, BCA, ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഡിഗ്രി മാറി അത് +2, +1, +2 ആയി. അപ്പൊ എന്നാലും നമുക്ക് അതിലൊക്കെ PG വരെ ചെയ്തു. എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ അവിടെ ഫുള്ളായപ്പോൾ പിന്നെ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സ്പാൻഷൻ ബുദ്ധിമുട്ടായി മാറി. അപ്പോൾ അതിന് റൂഫിംഗ് ഒക്കെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്ത് കുറച്ച് ക്ലാസ്സൊക്കെ നടത്തി. പിന്നീടാണ് അതിൻ്റെ ഓപ്പോസിറ്റിലൊരു സ്ഥലം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കങ്ങനെ എടുക്കാൻ പറ്റും. അവർ വലിയ ലക്ഷക്കണക്കിന് രൂപയൊക്കെ പറയുന്നു സെൻറ്റിന്. അപ്പോൾ എൻ്റെ താഴെയുള്ള ഹോട്ടലുകാരൻ പറഞ്ഞു, അനിമാഷ് നിങ്ങൾ തന്നെ അത് എടുക്കണം, വേറെ ഇതില്ലെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി അതിന് വിലയൊക്കെ പറഞ്ഞു. പൈസയൊന്നും കയ്യിലൊന്നുമില്ല. പിന്നെ എന്നാലും ഒരു ധൈര്യത്തിൽ എന്തെങ്കിലും നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് എന്ത് കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവിടെ പോയി. അങ്ങനെ അവർക്ക് അഡ്വാൻസ് കൊടുത്തു. പിന്നെ ബാങ്കിന് പോയി സമീപിച്ച് നോക്കുമ്പോൾ ബാങ്കിന് മാക്സിമം കൊടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 lakhs ആണ്. ഈ കണ്ണൂർ ടൗൺ ബാങ്ക് ആയിരുന്നു, ജില്ലാ ബാങ്ക്. അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോഴും എനിക്കൊരു സഹായം എൻ്റെ നാട്ടുകാരനാണ് അന്നത്തെ മാനേജർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ അനി നോക്കട്ടെ എനിക്ക് എത്ര പൈസയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു 50 lakhs എങ്കിലും ചുരുങ്ങിയത് വേണമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നമ്മളെ ആസ് പെർ ദി നോംസ് ഓഫ് ദി ബാങ്ക് മാക്സിമം നമുക്ക് 25 lakhs തരാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നോക്കട്ടെ, നിന്നെ ഞാൻ സഹായിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ജില്ലാ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അവർ അത് ഒരു 50 lakhs ആക്കാൻ വേണ്ടിയിട്ട് CC എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, എനിക്ക് വേണ്ടി മാത്രം. അങ്ങനെ എനിക്ക് ലോൺ തന്നു. പിന്നീട് ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല കസ്റ്റമറാണ്. 50 ലക്ഷം രൂപ അതെ, എനിക്ക് ലോൺ തന്നു. അതും ഒരു വ്യക്തിക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പിന്നീട് നല്ല കസ്റ്റമറാണെന്ന് പറഞ്ഞു. കാരണം പേയ്മെൻ്റൊക്കെ അതിനെല്ലാം കറക്റ്റാക്കി എല്ലാ ടൈമിന് ചെയ്തു. പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു അടുത്ത സ്ഥലം കൂടി കൊടുക്കേണ്ടി പറഞ്ഞു. അന്നേരം വീണ്ടും പിന്നെ CC വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ 75 lakhs ആയി. പിന്നെ അത് പണിയണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്യാൻ എനിക്ക് 1 കോടി രൂപ വരേക്ക് അവർ ലോൺ തന്നു. അങ്ങനെ കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം അതിൻ്റെ ഓപ്പോസിറ്റിൽ സ്വന്തം കെട്ടിടത്തിൽ ഏതാണ്ട് 2000 98, 99 ആകുമ്പോഴത്തേക്ക് തന്നെ അത് പണി കഴിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ നമുക്ക് ഒരു 10-40 ക്ലാസ് മുറികളുണ്ടായി. അപ്പോൾ ഞാൻ കരുതിയത് നമ്മളെ വാടക കെട്ടിടത്തിൽ നിന്ന് എല്ലാ ക്ലാസ്സുകളും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ആ ബിൽഡിങ്ങും ഫുള്ളാണ്, ഇപ്പോഴത്തെ ബിൽഡിങ്ങും ഫുള്ളാവുന്ന തരത്തിലേക്ക് കുട്ടികൾ വളർന്നു. 50 ക്ലാസ് റൂമുകളിൽ. അതെ, ഏതാണ്ട് പിന്നെ നമുക്കൊരു 5000-നടുത്ത് കുട്ടികൾ വന്നു ഒറ്റ ക്യാമ്പസിൽ. റെഗുലർ കോളേജ് ഇല്ലല്ലോ. ഇല്ല, വേറെ കേരളത്തിൽ തന്നെ 5000 കുട്ടികൾ. കേരളത്തിൽ 5000 കുട്ടികളുടെ ഒരു ക്യാമ്പസ് കോളേജ് തലത്തിൽ ഇല്ല. സ്കൂളുകളുണ്ട്. ഇപ്പൊ 9000 ഇപ്പൊ കടമ്പൂര് ബികോമിന് മാത്രം ഓരോ ഇയറിന് 24 ബാച്ച്, 24 ബാച്ച് വരെ നമ്മൾ അഡ്മിഷൻ. ജേർണലിസം ഉണ്ട് നിങ്ങൾക്ക്. ജേർണലിസം ഉണ്ട്. ഇപ്പോൾ ഉള്ള ചാനലുകളിലും പത്രങ്ങളിലൊക്കെ നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ് കൂടുതലും വരുന്നത്. അങ്ങനെ ഈ 80 ക്ലാസ് മുറികളുമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നടത്തി കുറേ വർഷങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പം അടുത്ത് ഒരു കൊറോണക്ക് മുന്നേ അതിൻ്റെ അടുത്തുള്ള വേറൊരു സ്ഥലം കൂടി എടുത്ത് നമുക്ക് ഇനിയിപ്പോൾ കാലങ്ങളൊക്കെ മാറി, അപ്പോൾ കാലത്തിനനുസരിച്ച് കാലാനുസൃതമായ കോഴ്സുകൾക്ക് രൂപം കൊടുക്കണമെന്ന് മനസ്സിലാക്കി. കോളേജ് ഓഫ് കൊമേഴ്സിൽ ഇപ്പോൾ ഉള്ള കോഴ്സുകളിൽ ഏറ്റവും
ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ CA CMA CS ഒക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ അടുത്ത് തുടങ്ങിയത്. അതെ, ഏത് യൂണിവേഴ്സിറ്റിയാണ് അത് യൂണിവേഴ്സിറ്റി അല്ല, അത് ഓരോ ബോർഡാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് ഇപ്പോൾ CA എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അല്ല, നമ്മൾ നിലവിലുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ നമുക്കിപ്പം മെയിൻ ആയിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഉണ്ട് തമിഴ്നാട്, പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ 3 യൂണിവേഴ്സിറ്റിയുടേതാണ് മെയിൻ ആയിട്ട്. ഈ 3 യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും സുഗമമായ യൂണിവേഴ്സിറ്റി ഏതാണ്? സുഗമമായ യൂണിവേഴ്സിറ്റി, സമയബന്ധിതമായി പരീക്ഷയും റിസൾട്ടും ഒക്കെ വരുന്നത് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അവർക്കൊരു നിശ്ചിത കലണ്ടർ ഉണ്ട്. ഓരോ വർഷത്തിലും ജൂണിലും ഡിസംബറിലുമായിട്ട് സെമസ്റ്റർ ആയിട്ട് എക്സാം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കും. വിത്തിൻ 1 മന്ത് അവർ റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. അത് റിസൾട്ടും കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് മറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് നല്ല യൂണിവേഴ്സിറ്റി. ഭാരതിയാറും കുഴപ്പമൊന്നുമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രൈവറ്റ് രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിസ്റ്റൻസിൻ്റെ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് റെഗുലർ കുട്ടികൾക്ക് കൊടുക്കുന്ന വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യം പലപ്പോഴും കൊടുക്കുന്നതിൽ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പരാജയപ്പെടുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി നമുക്കൊക്കെ 96-ൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം നമ്മുടെ കണ്ണൂരിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു രൂപം കൊണ്ട ഒരു യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് അതിൻ്റെ തുടക്കകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് സർക്കാരിൻ്റെതാണോ സർവകലാശാലയുടേതാണോ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരിക്കൽ അത് ഡിസ്റ്റൻസായി. പിന്നീട് പറഞ്ഞു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞു, പ്രൈവറ്റ് രജിസ്ട്രേഷനായി. പിന്നെ വീണ്ടും പറയുകയാണ് ഇനി ഇന്ദിരാഗാന്ധി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നു. അപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുവാണ് ഇനി നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒന്നും തന്നെ ഇതുപോലുള്ള പ്രൈവറ്റ് ഡിസ്റ്റൻസ് രജിസ്ട്രേഷൻ പറ്റില്ല. ഈ കുട്ടികളൊക്കെ തന്നെ പോകേണ്ടത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് രണ്ടാന്തരം പൗരന്മാരാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് BCom കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം, മറ്റേ കുട്ടി BCom പഠിക്കണമെങ്കിൽ 5 മാർക്ക് കുറവാണെന്ന് കരുതിയിട്ട് അവൻ ഇവിടെ പഠിക്കാൻ യോഗ്യനല്ല, അവൻ അങ്ങ് കൊല്ലത്ത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണമെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ? അത് ശരിക്കും ചോദ്യം ചെയ്യപ്പെടണ്ടേ? നമ്മൾ കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. അവർ യൂണിവേഴ്സിറ്റി നിർത്തിയപ്പോൾ വീണ്ടും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കഴിഞ്ഞ വർഷം വീണ്ടും കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കണ്ണൂർ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂരിൽ പ്രതിഷേധമൊക്കെ ആയിട്ട് സമരമൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ എനിക്കെതിരൊക്കെ കേസൊക്കെ അതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലൊരു പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്നത് മനസാക്ഷി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ പഠിക്കാൻ കണ്ണൂരിൽ ജനിച്ച കുട്ടികൾക്ക് കണ്ണൂരിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ അവർക്ക് അവിടെ പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അല്ലാതെ ആ കുട്ടികളെ നമ്മൾ കൊല്ലത്തേക്ക് അയക്കുകയല്ലല്ലോ വേണ്ടത്. ഇത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിന് പുറത്ത്, അത് തമിഴ്നാടായാലും കർണാടകയായാലും അവിടെയൊക്കെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരിക്കുക, ആ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രായമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ തുടർ പഠനം കണ്ടിന്യൂ ചെയ്യുന്നതിന് സംവിധാനമാണ്. നമ്മളിവിടുത്തെ ഈ യങ്സ്റ്റേഴ്സായുള്ള കുട്ടികൾക്ക് പഠിക്കാൻ കോളേജുകൾ തന്നെ വേണം. അവർ നമ്മളെ കോളേജുകളിൽ വന്നിട്ട്, അതായത് റെഗുലർ കോളേജിനോട് കിടപിടിക്കുന്ന രീതിയിൽ സമാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പാരലൽ കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോഴും ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ശനി ഞായർ മാത്രമാണ് പരീക്ഷ നടക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ഒരു ഫീല് തന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ആളുകളാണ്. നമ്മൾ റെഗുലർ ഇപ്പം പഠിച്ച നമ്മൾ യങ്സ്റ്റേഴ്സ് അല്ല, അവർ പോയി പരീക്ഷ എന്നത് പ്രായമായ ആളെ കൂടിയാണ്. കാരണം അവരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു ഇടമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പിന്നെ സൗകര്യം കണക്കിലെടുത്തിട്ടാണ് ശനി ഞായർ ദിവസങ്ങളിലാണ് അവർക്ക് പരീക്ഷ. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പുതിയ പ്രപ്പോസൽ അനുസരിച്ച് അങ്ങനെ ഒരു ചിന്ത ഇനി സാധ്യതകളുണ്ട്. നമുക്കിപ്പം പലയിടത്തും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലൊക്കെ എല്ലാ ക്യാമ്പസുകളും, നിങ്ങൾ മംഗലാപുരത്ത് പോയ കൊണാജി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എല്ലാം സ്വയംഭരണ സംവിധാനങ്ങളുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി, എനപ്പോയ ആയാലും ഹെഗ്ഡെ ആയാലും PA കോളേജ് ആയാലും എല്ലാം അങ്ങനെയാണ്. അപ്പൊ അതിനുള്ളൊരു സാധ്യത ഞാൻ പറഞ്ഞില്ലേ, 5000 പേര് പഠിക്കുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതെങ്ങനെയാ? അല്ല, നമ്മളിപ്പം ഇതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നമുക്ക് കിട്ടില്ല. നമ്മളിപ്പം പിന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനം എന്ന നിലയിൽ, പ്രത്യേകിച്ച് കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് യൂണിവേഴ്സിറ്റി നോംസ് പ്രകാരം ഒരു 5 ഏക്കർ സ്ഥലം മിനിമം വേണം. അവിടെ തന്നെ വേണമെന്നില്ലല്ലോ. അവിടെ തന്നെ വേണമെന്നില്ല, ദൂരെ എവിടെയെങ്കിലും ആയാലും. പക്ഷേ ഇതിന്റെയൊക്കെ സാധ്യതകൾ നേരത്തെ തന്നെ ഞാൻ കണ്ടിരുന്നു എന്നുള്ളത് കൂടി നിങ്ങളുടെ അടുത്ത് പറയാം.
ഇപ്പം നമ്മൾ കോളേജ് ഓഫ് കോമേഴ്സ് ഇത്രയേറെ കുട്ടികളുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ വരും ഭാവിയിൽ പാരലൽ മേഖലക്ക് എന്തായി കഴിഞ്ഞാലും ഒരു ഇടിച്ചൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ സമാന മനസ്കരായ കുറച്ച് ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ചാലോടിനടുത്ത് ഇരിക്കൂർ റോഡിൽ മുട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺകോഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന പേരിൽ നിലവിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. അത് 2012 നമ്മൾ ആരംഭിച്ചു, കോളേജ് ആരംഭിച്ചു. 16 ഏക്കർ സ്ഥലമുണ്ട്. 5 ഏക്കർ മാത്രമേ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ നല്ല നിലയിൽ കോളേജ് ആരംഭിച്ചു. ഇപ്പോഴും നമുക്ക് അവിടെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ കിട്ടി. പിന്നെ സ്വാശ്രയ കോളേജ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിക്കുള്ള സാധ്യതകൾ 16 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വലിയ സംവിധാനത്തിലേക്ക് പോകാനുള്ള ഒരു വഴി അവിടെ തുറന്നു. പിന്നെ നമ്മളെ കുട്ടികളെയൊക്കെ തന്നെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ അതിനോട് ചേർന്നിട്ട് നമ്മൾ കുറച്ച് ആളുകൾ കൂടി ചേർന്നുകൊണ്ട് മറ്റൊരു വലിയൊരു സ്ഥലം കൂടി വാങ്ങിച്ചിട്ട് അവിടെ റിസോർട്ട് കൂടി പണിയാനുള്ള ഒരു സംവിധാനത്തിലാണ്. കാരണം നമ്മൾ ഈ കോളേജ് നിലനിൽക്കുന്നത് വളരെ പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു സ്ഥലത്താണ്. അതിനപ്പുറത്ത് പലപ്പോഴും ഈ കോളേജുകളിൽ വന്നിരിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഇത് കോളേജല്ല, ഇത് യഥാർത്ഥത്തിലൊരു റിസോർട്ടാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വേറെ സാധ്യതയുണ്ട് എന്നാണ് വരുന്ന രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ വിഷൻ ഉണ്ട് ഈ കാര്യത്തിൽ. കാരണം എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. എയർപോർട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിന്റെ ക്യാമ്പസിന്റെ മുകളിൽ നിന്ന് എയർപോർട്ട് കാണാൻ പറ്റും. അപ്പൊ അതിപ്പം 12-ന് പുറമെ ഇപ്പൊ വീണ്ടും സ്ഥലം എടുത്തു. 16 കൂടാതെ നമ്മള് വേറെ സ്ഥലം എത്ര ഏക്കറും കൂടി ഉണ്ട്? ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന 2 ഏക്കർ സ്ഥലം കൂടി 18 ഏക്കർ വലിയ സാധ്യത. അത് കോളേജിന് പുറത്താണ്. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ ഒരു ഈ നമ്മുടെ കണ്ണൂരിന്റെ ടൂറിസം പ്രൊമോഷൻ സാധ്യതകളോട് മനസ്സിലാക്കി ഇനി നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് ടൂറിസത്തിലൂടെയാണ്. നമുക്ക് വേറെ സാധ്യതകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അതിന് കൂടുതലുണ്ട്. പിന്നെ മാത്രമല്ല നമ്മളെ വരുന്ന കുട്ടികൾക്ക്, കാരണം ഇപ്പൊ കോളേജുകളിൽ ഓരോ കോളേജുകളും നമ്മുടെ പുതിയ പിന്നെ ടൂറിസം മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഓരോ ക്യാമ്പസും കേന്ദ്രീകരിച്ചുകൊണ്ട് അതാത് പ്രദേശത്ത് ഒരു ടൂറിസം സ്പോട്ട് കണ്ടെത്തണമെന്നാണ്. അപ്പം നമ്മൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിൽ ഇനി ടൂറിസം സാധ്യതകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനം അതിലൂടെ മാത്രമേ ഇനി സാധ്യമാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നേതൃത്വം കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇനിയുള്ള ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മുട്ടന്നൂർ കേന്ദ്രീകരിച്ച് ഒരു വലിയ ക്യാമ്പസിലേക്ക് മാറുക എന്നുള്ളതാണ് അല്ലേ? ഇനി ഒരു നിലവിലുള്ള കോഴ്സുകൾ ഇപ്പൊ നിങ്ങൾ ടൂറിസത്തിലേക്ക് വരുമ്പോൾ പുതിയ കോഴ്സുകൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ്. അപ്പൊ അവിടെ അങ്ങനെയാണെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ നമ്മളെ സയൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ കൊമേഴ്സിന്റെ ആളായതുകൊണ്ട് സയൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാധ്യതകൾ? നമ്മളിപ്പം സയൻസിലേക്ക് കൂടുതൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിട്ടില്ല. അവിടെ നമ്മൾ BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? നമ്മളിവിടെ അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ KG മുതൽ PhD വരെ എന്നാണ്. KG മുതൽ PhD വരെ എന്ന് പറയുമ്പോൾ ആ ക്യാമ്പസിന്റെ അകത്ത് ഏറ്റവും പ്ലേ ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി PhD കഴിയുന്നത് വരെ അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആദ്യമേ തന്നെ, നിങ്ങൾ നേരത്തെ വിഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതാണ് നമ്മളുടെ വിഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ ക്യാമ്പസിന്റെ മറുഭാഗത്ത് നമ്മുടെ സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളിന്റെ പേര് കോൺകോഡ് പബ്ലിക് സ്കൂൾ എന്നാണ്. കോൺകോഡ് പബ്ലിക് സ്കൂൾ. അത് കോളേജ് നിങ്ങൾ ഒരു ആദ്യത്തെ ട്യൂഷൻ സെന്ററിന്റെ പേര് വിദ്യാ കോളേജ്. അത് കഴിഞ്ഞ് കോളേജ് ഓഫ് കൊമേഴ്സ്. അത് കഴിഞ്ഞ് കോൺകോഡ് കോളേജ് സയൻസ് കോളേജ്. അത് കഴിഞ്ഞ് കോൺകോഡ് പബ്ലിക് സ്കൂൾ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 4 വർഷം മുന്നേ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന പേരിൽ ചെക്കിക്കുളത്ത് ഒരു 17 വർഷം. അതല്ല CBSE അഞ്ചാമത്തെ സ്ഥാപനം. അതെ. അത് എത്ര കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്? അവിടെ ഇപ്പൊ 500-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മളത് എടുക്കുന്ന സമയത്ത് അറൗണ്ട് 300 സ്റ്റുഡൻസ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ അവിടെ ബിൽഡിംഗ് പണിയുന്നുണ്ട്. കാരണം ഇപ്പൊ CBSE സ്കൂളുകൾ നമുക്കറിയാം, പലപ്പോഴും എല്ലാവരും പറയുന്നത് പിറകോട്ടാണെന്ന്. പക്ഷെ നമ്മൾ 2 മാസം മുന്നേ തന്നെ അഡ്മിഷൻ ക്ലോസ് പറഞ്ഞിട്ട്. അതെ. ഇപ്പൊ 5000 കുട്ടികൾ കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ക്യാമ്പസിൽ. കോൺകോഡ് കോളേജിൽ എത്ര കുട്ടികളുണ്ട്? കോൺകോഡ് കോളേജിൽ നമുക്ക് ഇൻടേക്കിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. യൂണിവേഴ്സിറ്റി തരുന്ന ഇൻടേക്കിന് അവിടെ നമുക്ക് 550 സ്റ്റുഡൻസ്. അപ്പൊ 550. പിന്നെ അവിടുത്തെ സ്കൂളിലുണ്ട് ഏതാണ്ട് 500, 6000. പിന്നെ ശ്രീനാരായണയിലും അതിനോടൊപ്പം 500 ഒരു 7000-7500 കുട്ടികൾ ഒരു ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല, പിന്നെ ഞാൻ ഈ തുടങ്ങിയ ആദ്യം പറഞ്ഞില്ലേ ടെന്നീസ് കോർട്ടിന്റെ അടുത്താണ് തുടങ്ങിയെന്ന്. അവിടെ ഇപ്പൊ ഒരു 30ഓളം അധ്യാപികമാര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ട്യൂഷൻ, അതിന്റെ പേര് ട്യൂഷൻ ക്യാമ്പസ് എന്നാണ്. കുട്ടികൾ അവിടെ കറക്റ്റ് കുട്ടികളുടെ എണ്ണം എനിക്ക് അറിയില്ല.
കാരണം അത് അവര് തന്നെ കുറെ എന്തായാലും 1000 ഉണ്ടാവൂലേ? ഇല്ല, അത്രയൊന്നും കുട്ടികൾ ട്യൂഷൻ വരുന്നതിന്റെ എണ്ണം ഒരു വളരെ കുറച്ച് ഉണ്ടാവും. അത് മാറി മാറിയിട്ടാണ് എന്തായാലും 8000 കുട്ടികൾ ഒരു വർഷം താങ്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിലൂടെ പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. വിജയ ശതമാനമൊക്കെ എങ്ങനെ? വിജയ ശതമാനം വരുന്ന കുട്ടികളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികളൊക്കെ പാസ്സാവാറുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ കുട്ടികളെ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും പഠിക്കണം എന്നൊന്നുമല്ല. ഇപ്പം പലപ്പോഴും അവര് തന്നെ പ്രതീക്ഷിക്കാനാണ് പാസ്സാവുകയാണ്. പണ്ടാണെങ്കിൽ പാസ്സാവുക എന്ന് പറയുന്നത് പഠിക്കണം എന്ന ആഗ്രഹത്തിൽ വരുന്ന എത്ര ശതമാനമുണ്ട്? പഠിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾ ഒരു 80% എന്തായി കഴിഞ്ഞാൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. 20 എന്തായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കോളേജ് ലെവലിൽ അതെല്ലാം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് പഠിക്കാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്ന കുറെ. നമ്മുടെ എല്ലാം വീട്ടിൽ 2 കുട്ടികളെ മേക്കാൻ നമ്മൾ വല്ലാണ്ട് പണിയെടുക്കുന്നത്, 2-3 മക്കളെയൊക്കെ. നിങ്ങൾ ഈ 8000 കുട്ടികളെ, അതും ഇന്നത്തെ ബാല്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വിറ്റ പൈസയുള്ളവരാണ് കയ്യിൽ. പഴയ ബാല്യമല്ല. അധ്യാപകരെക്കാൾ അറിവുള്ളവരാണ് കുട്ടികൾ. പണ്ട് അധ്യാപകരാണ് അറിവുള്ളവർ. ഇന്ന് അധ്യാപകരെക്കാൾ അറിവ് കയ്യിൽ വെച്ചിട്ടാണ് കുട്ടികൾ നമ്മളെടുത്ത് വരുന്നത്. ഇതിനെ കൊണ്ടു നടക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ നിങ്ങൾ അതിനെ കാണും? നമ്മളിപ്പം വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിവ് മാത്രമല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് അറിവിനോടൊപ്പം തന്നെ അവർക്ക് പിന്നെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടതുണ്ട്. അവരുടെ കായികമായിട്ടുള്ള സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അവരുടെ സ്കില്ല്, അതുപോലെ തന്നെ അവരുടെ വാല്യൂസ്. അപ്പൊ അവരുടെ വാല്യൂസ് നമ്മളിപ്പോ കുട്ടികൾ പഠിച്ചു, പുസ്തകത്തിലുള്ളത് പഠിച്ചു, റാങ്ക് വാങ്ങി എന്ന് കാര്യം നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി അവരെ മാറ്റണം. അത് എങ്ങനെ അസസ് ചെയ്തിട്ട് അതിനുവേണ്ടി നടത്തുന്ന പദ്ധതി? അതിന് ഒരുപാട് നമുക്ക് വ്യത്യസ്ത ക്ലബ്ബുകൾ, നമ്മൾ ഓരോ സ്ഥാപനത്തിലെ വ്യത്യസ്ത ക്ലബ്ബുകളാണ്. കോളേജ് ഓഫ് കൊമേഴ്സ് എടുക്കാം, അതാണല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വരുന്ന കുട്ടികൾക്ക് കലാരംഗത്തേക്ക് താല്പര്യമുള്ള കുട്ടികളെ പരിപോഷിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെ പദ്ധതികളാണ്? നമ്മൾ അവിടെ വരുന്ന സമയത്ത് നമ്മൾ അപ്ലിക്കേഷൻ ഫോമിന്റെ അകത്ത് തന്നെ അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എഴുതി വാങ്ങിക്കുന്നത്. അപ്പൊ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ കുറെ ആൾ പറയും എനിക്ക് ഫുട്ബോൾ ഭയങ്കര കമ്പമുള്ളതാണ്, കുറെ ആളുകൾ പറയും എനിക്ക് വോളിബോൾ ആണ്, കുറെ ആളുകൾ എഴുതിയിട്ടുണ്ടാവും എനിക്ക് ഡാൻസ് ആണ്, കുറെ ആളുകൾ എനിക്ക് മ്യൂസിക് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടി എനിക്ക് ജീവകാരുണ്യ പ്രവർത്തനമാണ്, തീർച്ചയായിട്ടും അതിന് നമുക്ക് അവിടെ ചാരിറ്റിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് കണ്ണൂരിലെ ലോകമാണല്ലോ. അതെ അതെ, നമുക്ക് അവിടെ ഒരു ചാരിറ്റി ഫണ്ട് തന്നെയുണ്ട്. എന്താണ് അതിന്റെ പേര്? ജീവകാരുണ്യ നിധി എന്ന പേരിൽ. അതെ, അത് നമ്മളെല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ ചുരുങ്ങിയത് ഇത്ര പൈസ അതിലേക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ട്, നിങ്ങളുടെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം ഞാൻ അതിലേക്ക് കൊടുക്കും. അധ്യാപകർ തരും, കുട്ടികൾ തരുന്നുണ്ട്. ജീവകാരുണ്യ മേഖലയിൽ നമ്മളടുത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൻപുറത്തുള്ള ഒരാള് അവർക്ക് പിന്നെ സാമ്പത്തികമായി എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചികിത്സാ സഹായം വേണമെങ്കിൽ നമുക്ക് അതിനൊരു ചാരിറ്റി കമ്മിറ്റി ഉണ്ട്. അതിന് ഞാനല്ല, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പെരളശ്ശേരി സ്കൂളിൽ നിന്ന്, ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ചന്ദ്രൻ സാറാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ സാറിൻ്റെ നേതൃത്വത്തിലൊരു ടീമുണ്ട്. അപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജെന്യൂൻ അല്ലാത്തതൊക്കെ വരും. അപ്പം നമ്മൾ ആ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പരിശോധിക്കും. അത് പരിശോധിക്കുന്ന സമയത്ത് അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്, സ്റ്റാഫുണ്ട്, ഇവരെല്ലാവരും അടങ്ങിയ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇരുന്ന് വിലയിരുത്തി നമുക്ക് അതിന് 5000 കൊടുക്കാം, അത് 10,000 കൊടുക്കാം, അതിന് 25,000 കൊടുക്കാം, അതിന് 1,00,000 കൊടുക്കാം എന്നൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർക്ക് വ്യത്യസ്ത കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി വീട് വേണമെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കും, തീർച്ചയായിട്ടും ചികിത്സ കൊടുക്കും, എല്ലാ രീതിയിലും. കായിക മേഖലയിൽ നിന്ന് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? കായിക മേഖലയിൽ നമുക്ക് ഏറ്റവും സ്പോർട്സിലേക്ക് ഇപ്പൊ പിന്നോട്ട് പോവുകയാണ് കേരളം. പലപ്പോഴും സ്പോർട്സിൽ നമുക്ക് മുന്നേറാൻ സാധിക്കാത്ത സാഹചര്യം വരുന്നുണ്ട്. അതിനെന്തൊക്കെ കൊണ്ട് നമ്മളിപ്പോ കണ്ണൂരിന്റെ പിന്നെ ഹൃദയഭാഗത്ത് ഉള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് വലിയ കളിക്കളമില്ല. പക്ഷേ നമുക്ക് മറ്റ് പല ഭാഗ്യവും ഉണ്ട്. കാരണം നമുക്ക് അവിടെ പോലീസ് പരേഡ് ഗ്രൗണ്ട് ഉണ്ട്, സ്റ്റേഡിയം ഉണ്ട്, കലക്ട്രേറ്റ് മൈതാനുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മേയറോട് പോയിട്ട് നമുക്കൊരു സഹായം വേണമെന്ന്, പോലീസ് സ്റ്റേഡിയം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വിട്ടുതരുത്തുണ്ട്. അതിന് വലിയ പൈസ ഒന്നും വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പോലീസ് പരേഡ് ഗ്രൗണ്ട്, അതേപോലെ തന്നെ കലക്ട്രേറ്റ് മൈതാനം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് പലപ്പോഴും ഇപ്പം നമുക്ക് അടുത്ത് നിങ്ങൾക്കറിയാം അവിടെ കണ്ണൂർ പോലീസ് ടർഫ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടർഫ് വാടക എടുത്തുകൊണ്ട് കുട്ടികൾക്ക് അവിടെ പരിശീലനവും അതുപോലെ തന്നെ അവർക്കുള്ള മത്സരമൊക്കെ നമ്മൾ നടത്തുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവ് ആണല്ലോ കടന്നു വന്നത്. അതെ, ഈ ഇത്രയും വലിയൊരു സെറ്റപ്പിലേക്ക് കടന്നു വരുമ്പോൾ താങ്കൾ നേരിട്ട പ്രതിസന്ധികൾ എന്താണ്? പോസിറ്റീവ് മാത്രം പോരല്ലോ, നമുക്ക് നിങ്ങൾ എങ്ങനെ ആളിങ്ങനെ ആലോചിക്കുക, എങ്ങനെ അനിമാഷ് ഇങ്ങനെയായി എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും മനസ്സിൽ തട്ടിയ ഇതിട്ട് ഈ പണിയൊന്നും വേണ്ട എന്ന് തോന്നിയ ഒരു പ്രതിസന്ധി പറയാൻ പറ്റും? അല്ല, ഈ പണിയൊന്നും വേണ്ട എന്ന് തോന്നിയത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പല കുട്ടികളെ പഠിക്കാൻ ചിലപ്പോൾ ക്ലാസ്സിലോട്ട് വരില്ല. ക്ലാസ്സിലോട്ട് വരാത്ത കുട്ടികളെ റോഡിലടക്കം പോയി പിടിച്ചു കൊണ്ടുവന്ന് ക്ലാസ്സിലൊക്കെ പിന്നെ കൊണ്ട് ഇരുത്തി പഠിപ്പിക്കും.
അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ നമ്മൾ തന്നെയാണ് രാത്രി 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കലോ അതിൻ്റെ പ്രിൻ്റ് എടുക്കലോ റെഡിയാക്കലോ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വരാത്ത സമയത്ത് ഈ കുട്ടികളെയെല്ലാം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നിത്യേന വിളിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളെ മകൻ വന്നിട്ടില്ല, മകൾ വന്നിട്ടില്ല, അപ്പം നിങ്ങൾ അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഒരു രക്ഷിതാവിനെ വിളിച്ചു, നിങ്ങളെ മകൻ വന്നിട്ടില്ല, നാളെ പരീക്ഷയ്ക്ക് ഇരുത്തൂല. അപ്പോൾ എന്താ നാളെ പരീക്ഷയ്ക്ക് ഇരുത്തൂല അല്ലേ? അപ്പം നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ടില്ലെങ്കിൽ ഇരുത്തൂല ഉറപ്പില്ല, നമ്മളവിടെ ഫീസ് തന്നിട്ടാണ് പഠിക്കുന്നത്, ഇന്ന് കുട്ടിക്ക് വരാൻ പറ്റിയിട്ടില്ല, അത് ശരി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് അല്ല, നിങ്ങളതിൻ്റെ കാര്യം വന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ കാര്യമൊന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിലോ, നിങ്ങൾ കാര്യം ബോധ്യപ്പെടുത്തിയില്ല, നമ്മൾ നാളെ ഇരുത്തൂലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒരു രാത്രി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു 10-10:30 ആയി കഴിഞ്ഞപ്പോൾ ഒരു ടീം എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, ആരെയും ഇപ്പോൾ ഫോൺ ചെയ്തത് നിങ്ങളാണോ? ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെയാണ്, ഞാൻ അവൻ്റെ ബ്രദറാണ്, നിങ്ങളെന്താ പരീക്ഷയ്ക്ക് ഇരുത്തൂല എന്ന് പറഞ്ഞത്? എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കാം, നിങ്ങളെന്നാൽ നാളെ ഈ സ്ഥാപനം നിങ്ങൾ നടത്തുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. കുട്ടി നാളെ വരികയും ചെയ്യും, പിന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരുത്തോ ഇല്ലേ എന്നുള്ളത് നോക്കാം. പിന്നെ പിറ്റേ ദിവസം കുട്ടി വന്നു. കാരണം നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ നമ്മളെപ്പോഴും ക്ഷമിക്കാനും സഹിക്കാനുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ, അപ്പം നമുക്ക് അന്നൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മൾ ഇത്രയേറെ ആത്മാർത്ഥത കാണിച്ചിട്ട് അത് തിരിച്ചറിയാതെ പോകുന്ന ചില രക്ഷിതാക്കളെല്ലാം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ സങ്കടവും വിഷമവും തോന്നിയിട്ടുണ്ടായി. കാരണം എങ്കിലും ആ കുട്ടി പക്ഷേ ഇപ്പോൾ കണ്ണൂരിൽ വലിയൊരു സ്ഥാപനം അവൻ നടത്തുന്നുണ്ട്. അവൻ എപ്പോൾ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി സർ അനിൽ സാർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം അവനറിയാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ല, അവനൊരു പക്ഷെ നിരപരാധിയായിരിക്കും. അവനല്ല, അവന്റെ ബ്രദറാണ് വന്നത്. ബ്രദർ ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്നതായിരിക്കും, ഇവൻ തന്നിരിക്കുന്ന ബ്രദറിന്റെ ഫോണാണ്. ബ്രദറും ബ്രദറിന്റെ സുഹൃത്തുക്കളൊക്കെ കൂടി എവിടെയെങ്കിലും കമ്പനി സീൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ഈ പ്രൊജക്ടുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഇപ്പൊ ഈ 40 മുറികളുള്ള പുതിയ കെട്ടിടമൊക്കെ എടുക്കുമ്പോൾ നമ്മളുടെ ഒരു സംവിധാനം, നമ്മുടെ ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ പ്രൊജക്ടിനോടൊക്കെ? നമ്മൾ ഈ പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. ഇപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ലോൺ എടുത്തിട്ടാണ് നമ്മളിത് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിവിടെ ഒരു സ്ഥലം വാങ്ങിച്ചു, അവിടെ കെട്ടിടം പണിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻകം ടാക്സ് ഒക്കെ റെയ്ഡൊക്കെ വന്നിരുന്നു. ഇൻകം ടാക്സ് വന്നിട്ട് എൻ്റെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ നോക്കി. അപ്പോൾ വീട്ടിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇരിക്കാൻ 4 കാലുള്ള ചെയർ എല്ലാത്തിനും 4 കാൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആണ് ഇവർ വന്നിട്ട് പറഞ്ഞത് അവിടെ ഇവിടെയൊന്നും ഒന്നുമില്ല. അവർ വിളിച്ചു പറഞ്ഞു ഒന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, പിന്നെ ഇതെന്താ ആൾ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ലോൺ എടുത്തിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്ര പൈസക്കല്ലേ എടുത്തേ? ഞാൻ പറഞ്ഞു അത് 3,35,000 രൂപയാണ് സെൻറ്റിനന്ന് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു. അവർ എന്ത് 3 ലക്ഷത്തിന് ബസ് സ്റ്റാൻഡ് എടുത്ത എന്ത് സ്ഥലം, നിങ്ങൾ അതിനേക്കാൾ നിങ്ങൾ കളവൊന്നും പറയണം. ഞാൻ പറഞ്ഞില്ല അത് സത്യമാണെന്ന് പറഞ്ഞു. അവസാനം അവരെല്ലാം പഠിച്ച് പരതി അവർക്ക് അഗ്രിമെന്റ് തന്നെ കിട്ടി. അഗ്രിമെന്റ് കിട്ടിയപ്പോൾ അവർക്ക് ബോധ്യമായോ ഇത് പറഞ്ഞതൊക്കെ സത്യം. 3 ലക്ഷത്തിന് അങ്ങനെ ആ സമയത്ത് അതിപ്പോ 95-ലാണല്ലോ. അതെ അതെ, അന്ന് ബസ് സ്റ്റാൻഡ് അതിന് വേറെ കാരണമുണ്ട്. അന്ന് പുതിയ ബസ് സ്റ്റാൻഡ് അവിടെ അല്ല, അതിന് വേറെ കാരണമുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ എന്താ വെച്ചാൽ റോഡ് ആക്സസ് ഉണ്ടായിട്ടില്ല. ആ റോഡ് ആക്സസ് ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഞാനിത് വേറെ മുന്നിൽ കണ്ടിട്ടാണ് ഇത് എടുത്തത്. റോഡ് ആക്സസ് അതിന്റെ മുന്നിൽ ഒരു 4 സെന്റ് സ്ഥലമുണ്ട്. അത് ആരാണ് നമ്മളുടെ പിന്നെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് യുണൈറ്റഡ് സ്റ്റേഷൻ നടത്തുന്ന. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനെയും മകളെയും ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ ചേട്ടാ നമ്മളെ ഇങ്ങനെ ഒരു സഹായിക്കണം, നിങ്ങളെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അനിമാഷ് എൻ്റെ അടുത്ത് ഒരുപാട് ആൾ വന്നിനി, ഞാൻ ഇതുവരെ അത് ആർക്കും കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എൻ്റെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറയില്ല. ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എല്ലായിടത്തും നല്ല ബഹുമാനം കിട്ടുന്നുണ്ട്. ഇന്നത്തെ കാലം പോലെയല്ല, ഇപ്പോഴും നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഇതുവരെ ഒരു പ്രയാസവും വിഷമം ഉണ്ടായിട്ടില്ല. കാരണം ലക്ഷക്കണക്കിന് കുട്ടികളല്ലേ സഹായിക്കാൻ വേണ്ടി. 25 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശിഷ്യന്മാരെ കോടികളാണ്. അതെ അതെ, കാരണം എല്ലാ വർഷവും ഇങ്ങനെ 8,000 പേര് വെച്ചിറങ്ങുമ്പോൾ 35 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്താൽ ലക്ഷക്കണക്കിന് ശിഷ്യസമ്പത്ത്. ഞാൻ ഇന്നലെ കോൾഡായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് 3-4 പേര് സാറെന്താ ഇവിടെ. അപ്പൊ നമുക്ക് എവിടെ എത്തിക്കഴിഞ്ഞാലും കുട്ടികൾ എപ്പോഴും സഹായത്തിനും സ്നേഹത്തിനും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കാണുന്നത്. വിദ്യാഭ്യാസ 5 സ്ഥാപനങ്ങൾ എണ്ണി. അപ്പൊ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ സാധാരണ എവിടെ ഒരു കോൺക്രീറ്റ് സൗധങ്ങളിലേക്ക് കടന്നു പോവുക. എൻ്റെ വാഹനം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ വിളിച്ച് നമ്മുടെ ക്രൂവിലുള്ള ഒരാളോട് ചോദിച്ചത് എപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെടികളാൽ എന്ന് പറഞ്ഞാൽ വള്ളികൾ നിറഞ്ഞ ചെറിയൊരു പച്ചത്തുരുത്തിലേക്ക് കയറി വന്നത്. മനസ്സിന് വലിയ സന്തോഷം തോന്നി. എന്താണ് ഇതിനോടുള്ള ഒരു ഇഷ്ടം? ഈ വീട് ചുറ്റും ചെടികളാണ്. അതെ, ഇപ്പം നമ്മൾ നേരത്തെ തന്നെ എനിക്കായാലും വൈഫിനായി കഴിഞ്ഞാലും എൻ്റെ സഹോദരങ്ങൾക്കായി കഴിഞ്ഞാലും നമ്മളെല്ലാവരും കൃഷിയെ സ്നേഹിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കർഷക കുടുംബത്തിലാണ്. അപ്പം നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കൃഷിയുണ്ട്. ഇന്നും എൻ്റെ വീട്ടിൽ ഇന്ന് കാലത്ത് പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് നമ്മളെ പറമ്പിലുള്ള ഭക്ഷണം തന്നെയാണ്. ഇപ്പം ഇവിടെ കൈപ്പി ആയാലും വെണ്ട ആയാലും അതുപോലെ തന്നെ മറ്റെല്ലാവിധ പച്ചക്കറികളും ഒട്ടനവധി പ്രകൃതിയോട് ഈ കൃഷി കുടുംബം സാധാരണ ഈ കർഷകരുടെ മക്കളൊക്കെ ഒരു ടൈം കഴിഞ്ഞാൽ അതിനോടൊരു വിരക്തിയാണ്. കാരണം വൈറ്റ് കോളർ ജോബ് അല്ല,
കർഷക കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നവരൊക്കെ വേറെ മേഖലകളിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ താങ്കളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പച്ചപ്പും ഈ കൃഷിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു മനസ്സെങ്ങനെ രൂപപ്പെടുത്തി? താങ്കൾ പറഞ്ഞല്ലോ പിതാവ് ഇഷ്ടപ്പെട്ടത് ആ റൂട്ടിലല്ല താങ്കൾ കടന്നുപോയത്. എങ്ങനെ കൃഷിയെ സ്നേഹിക്കാനുള്ള ഒരു ഇത്രയും പണികൾ എടുക്കുന്നതിനിടയിൽ നിങ്ങൾ എടുക്കുന്ന ചെറിയ പണിയല്ല, ഈ 10,000 കുട്ടികളെ മേയ്ക്കുക, അതിന്റെ ഇഷ്യൂസിനിടയിൽ എങ്ങനെ ഇത് നടക്കുന്നു? നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമയം ഉണ്ടാവും. മനസ്സിന് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമുക്ക്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ പോലും നിങ്ങൾ വരുന്നതിന് മുന്നേ ഞാനിപ്പോ വീട്ടിന്റെ പുറത്തൊക്കെ ഇറങ്ങി പച്ചക്കറികളും അതേപോലെ തന്നെ ചെടിയൊക്കെ നോക്കി അതിൻ്റെ അകത്തുള്ള കൊഴിഞ്ഞ ഇലകളൊക്കെ അത് പിഴുതെറിഞ്ഞ് അങ്ങോട്ടേക്ക് മാറ്റി അതിനെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പം നമ്മൾ സ്നേഹിക്കുന്നതിനനുസരിച്ച് ചെടികൾ എന്ത് ചെയ്യും വളരും, അത് നമുക്ക് എന്ത് ചെയ്യും സ്നേഹം തരും, നമുക്ക് സന്തോഷം തരും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള നമ്മളെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും തന്നെ അതുമായിട്ടൊരു സ്നേഹവും ബന്ധവും ഉണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ എണ്ണി 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകുന്നത്, 5-ന് പുറമെ പിന്നെ എന്ത് സ്ഥാപനങ്ങളൊക്കെ? നമ്മളിപ്പോൾ ഈ കൊറോണക്ക് മുന്നേ ഇവിടെ പലരും ഇതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ വന്നു നോക്കിയപ്പോൾ വീട്ടിനടുത്ത് വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് ചെടി വിൽപ്പനയുണ്ടോ, ചെടി കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും. പിന്നെ പലർക്കും നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കും സ്നേഹത്തിൽ. പിന്നെ നമ്മളിവിടെ ചെടിയൊക്കെ കൂടിയപ്പോൾ നമ്മളെ റോഡിൽ തന്നെ വേറൊരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും ചിന്തിച്ചു, ഞാനും ഉണ്ട്, മകളുണ്ട്, മകൾ ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടി ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ആലോചന ഉണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പേര് കണ്ടെത്തി, ടെറ ദി ഗാർഡനിങ് സൊല്യൂഷൻസ്. അത് നമ്മുടെ ഈ ചരപ്പുറ ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിൽ എൻ്റെ ഈ വീട് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ അവിടെയും എനിക്ക് ചെടിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് എപ്പോഴും കടന്നു പോകാവുന്ന തരത്തിലേക്കാണ് അവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അത് ഏക്കറിയൊന്നുമില്ല, നമുക്ക് അവിടെയുള്ളത് ഏതാണ്ട് ഒരു 30 സെന്റ് സ്ഥലമാണ് ഉള്ളത്. അവിടെ നേരത്തെ ഒരു വീടുണ്ടായിരുന്നു, കോളേജിന്റെ ഹോസ്റ്റൽ അവിടെ പണ്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഹോസ്റ്റൽ വേണ്ടാന്ന് വെച്ചു. ഹോസ്റ്റൽ വേണ്ടാന്ന് വെക്കാനുള്ള കാരണം കോളേജ് നടത്തുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് ഹോസ്റ്റൽ നടത്തലെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നീട് ഹോസ്റ്റൽ ഒഴിവാക്കി. അവിടെയാണ് നിങ്ങളുടെ കോൺസെപ്റ്റിലോ റെസിഡൻഷ്യൽ സ്കൂൾ അടക്കം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുമല്ലോ നിങ്ങൾ ഈ പുതിയ പ്രോജക്റ്റിൽ? ഇല്ല, റെസിഡൻഷ്യൽ സ്കൂൾ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് അതിനുള്ള ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ അത് വേറെ ഉണ്ട്. അതൊരു അത് റെസിഡൻഷ്യൽ, അത് നമ്മളെ പിന്നെ നെടുമ്പൊലിനടുത്ത് ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പം സർക്കാർ പുതിയ CBSE സ്കൂളുകൾക്കും അതിനുള്ള ഒരു NOC ഒന്നും കൊടുക്കാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെയൊക്കെ ഈ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റൊക്കെ പൂർണ്ണമാവട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. പുതിയ പദ്ധതികളിൽ ലോ സ്കൂൾ അങ്ങനെ അതെ, അതൊക്കെ നമുക്ക് ഈ ചാലോടിനടുത്ത് തന്നെ തുടങ്ങാൻ വേണ്ടി പറ്റും. അതിനാണ് പുതിയ തുടങ്ങാൻ പോകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? പുതിയ നമുക്ക് ഇനി അവിടെ ഇപ്പം തുടങ്ങാന്നുള്ള ഉദ്ദേശിക്കുന്നത് MBA സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് AICT അപ്രൂവലോട് കൂടിയിട്ട് പ്രത്യേക ഒരു ക്യാമ്പസ് അതിന്റെ സൈഡായിട്ട് തുടങ്ങണം എന്നാണ് അടുത്ത ഒരു ഉദ്ദേശമുള്ളത്. ഈ സംഘടനാ രംഗത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് അങ്ങനെ കുറെ ഇപ്പം ഏറ്റവും ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ദീർഘകാലം അതെ, ഞാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേരത്തെ ഡയറക്ടറും പിന്നീട് ജോയിന്റ് സെക്രട്ടറിയും ട്രഷററും ഒക്കെ ആയി. ഇപ്പം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറിയാണ് ഞാൻ ഇപ്പൊ നിലവിൽ. അതെ, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അതൊരു 70 വർഷത്തിന് മുകളിലുള്ള സംഘടനയാണ്. മാത്രമല്ല MA യൂസഫലിയെ പോലുള്ള ആളുകൾ 2 കോടി 5 കോടി എത്ര തന്നിട്ടുണ്ട്. നമ്മുടെ കെട്ടിടമൊക്കെ പണിയുന്നത്. യൂസഫലിക്ക് എന്ന പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ ബ്രദർ എൻ്റെ ഒരു സുഹൃത്താണ് ഷൗക്കത്ത്. അപ്പൊ അങ്ങനെ ആ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം അങ്ങനെ അദ്ദേഹത്തെ വരെ കണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ പലപ്പോഴും പിന്നെ കണ്ണൂരൊക്കെ വരുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക്? ചേംബർ ഓഫ് കൊമേഴ്സ് നമ്മളെ പുറമേ നിന്ന് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യാപാരി വ്യവസായികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൈസക്കാരുടെ ഒരു സ്ഥാപനം. തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും അവിടെ എത്തേണ്ട ആളല്ല എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. നമ്മളൊക്കെ അവിടെ പോയി കാണുന്നത് അവിടെ അവരൊരിക്കലും പ്രവർത്തിക്കുന്നത് അവിടെയുള്ള മെമ്പേഴ്സിന്റെ ഉന്നമനം എന്നതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് പറയുമ്പോൾ നിങ്ങൾ പറയണല്ലോ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യലുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എയർപോർട്ട് വരാനുണ്ടായിരുന്നത് അവിടെയുണ്ട്. ഫസ്റ്റിൽ തന്നെ ഒരു ബോർഡ് വെച്ചത് എയർപോർട്ട് കർമ്മസമിതി അവിടെ വെച്ചിരുന്നത് ചേംബർ ഓഫ് കൊമേഴ്സിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ എയർപോർട്ടിന്റെ ആശയമൊക്കെ രൂപം കൊള്ളുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. പിന്നീട് നമുക്ക് എയർപോർട്ട് യാഥാർത്ഥ്യമായി. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയി കഴിഞ്ഞാലും നമ്മുടെ പോർട്ടായി കഴിഞ്ഞാലും തുടങ്ങിയിട്ടുള്ള എല്ലാ ഏരിയയിലും ഇനി ഇപ്പോഴ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അതിന്റെ ഭാഗമായിട്ട് എനിക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ മാസം ജോബ് ഫെയർ നടത്തി. ജോബ് ഫെയർ ആർക്ക് വേണ്ടിയിട്ടാണ്? തൊഴിലുടമകൾക്ക് വേണ്ടി, തൊഴിലാളികളെ കിട്ടാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നേടാൻ വേണ്ടി നമ്മൾ അവസരം ഒരുക്കുകയാണ്. ഇപ്പോൾ ഈ വരുന്ന 17-ാം തീയതി ചേംബർ എജു എക്സ്പോ നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പ്രഗത്ഭരായ ആളുകളൊക്കെ വരുന്നു.
നമ്മുടെ നാട്ടിൽ SSLC അതേപോലെ തന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയർ പാത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇനി എന്ത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ കുട്ടികളെ സഹായിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചേംബർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതെ, അപ്പോൾ കായികം എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ കിട്ടിയപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ചേംബർ ഇപ്പോൾ അടുത്ത കാലത്ത് നടത്തിയിരിക്കുന്നത് കാസർഗോഡ് വെച്ചിട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി. നമ്മുടെ പോലീസ് ടർഫിൽ വെച്ചിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് മെമ്പർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അപ്പോൾ കായിക മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും സമസ്ത മേഖലകളിലും അതെ കയ്യൊപ്പ് ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ എന്തൊക്കെയോ ആ ഒരു കായിക രംഗത്ത് ഏത് സംഘടനയാണ്? അതെ, ഞാൻ ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ബോൾ ബാഡ്മിന്റണിൽ നമ്മളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും ക്ലബ്ബുകളും രൂപീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ ആ ഏരിയയിൽ കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നു. അവർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ തന്നെ പ്രത്യേക സ്കീമുകൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടും. ഈവൻ മെഡിക്കലിന് പോലും അവർക്ക് പ്രത്യേക പോയിന്റ് കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് സംസ്ഥാന ബോൾ ബാഡ്മിന്റണിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന പെർളശ്ശേരി ഭാഗത്തുള്ള 2-3 കുട്ടികളുണ്ടായി. സംസ്ഥാന ലെവലിലേക്ക് കുട്ടികളെ എത്തിക്കാൻ സാധിക്കും. ഈ പാരൽ കോളേജ് അസോസിയേഷന്റെ ഭാരവാഹിത്വം ഞാൻ പാരൽ കോളേജിന്റെ നേരത്തെ ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും പിന്നെ അത് കഴിഞ്ഞ് സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ടുണ്ട്. ഇനി പാരൽ കോളേജുകളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? പാരൽ കോളേജുകൾ എനിക്ക് തോന്നുന്നത് നല്ല നിലയിൽ പോകുന്ന സ്ഥാപനങ്ങൾ. ഇപ്പം കോളേജ് ഓഫ് കോമേഴ്സ് ഒക്കെ ഒരു 15 വർഷത്തേക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ നിരീക്ഷണം. പഴയ കാലത്തിൽ നിന്ന് അതിൻ്റെ ഒരു പ്രതാപകാലമൊക്കെ പോയി. അത് പ്രതാപകാലം പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാപനങ്ങളുടെയോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയോ കുഴപ്പം കൊണ്ടല്ല, നമ്മളുടെ സർക്കാരിൻ്റെയും സർവകലാശാലയുടെയും സമീപനം ആ തരത്തിലേക്ക് മാറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള കുട്ടികളൊന്നും ഇവിടെ പഠിക്കരുത്, അതൊക്കെ കൊല്ലത്ത് ശ്രീനാരായണയിൽ പോകണമെന്ന ഒരു നിർദ്ദേശം വന്നു. എന്താ പ്രശ്നം? ഇവിടുത്തെ രാവിലത്തെ മലബാർ എക്സ്പ്രസിന് മംഗലാപുരത്തേക്ക് ഏറ്റവും കുട്ടികൾ പോകുന്ന സ്ഥലമാണ്, ജില്ലകളാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന മംഗലാപുരമാണ്. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു ടെക്നിക്ക് എന്താ? അല്ല, അതിന്റെ ടെക്നിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾ ഇപ്പം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് യൂണിവേഴ്സിറ്റി പറയുന്നത് BCom പഠിക്കണമെന്നാണെങ്കിൽ നമ്മൾ BCom മാത്രമല്ല കൊടുക്കുന്നത്. അവർക്ക് IT മേഖലയിൽ നല്ല സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ പഠിക്കാനുള്ള നിർബന്ധമാണ്. അത് അവർ ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് അതോടൊപ്പം തന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ ലാബിൽ പോകണം, കമ്പ്യൂട്ടർ ലാബിൽ പോകണം. 300ഓളം സിസ്റ്റം ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ക്ലാസ്സിനിടയിൽ അവിടെ പോകും. ഇതുകൂടാതെ അവർക്ക് സ്കിൽ ക്ലാസ് ഉണ്ട്, അപ്പോൾ സ്കില്ലിലേക്ക് പോകണം. പിന്നെ അതുകൂടാതെ അവർക്ക് ഇംഗ്ലീഷ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്, അവിടെ ഒരു 2-3 ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് മലയാളീസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ സ്കില്ലില്ല. അപ്പൊ ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മേഖലയിൽ പ്രഗത്ഭരായ 2-3 ടീച്ചർമാരെ അപ്പോയിന്റ് ചെയ്ത് അവിടെ നമ്മൾ ചെയ്യുന്ന റൗണ്ട് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ നിന്ന് 50 കുട്ടികൾ വരുമ്പോൾ അവരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ 10 ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവരെ റൗണ്ട് ടേബിളിൽ ഇരുത്തി അവരെ ആവശ്യമായ കോച്ചിങ് നടത്തി അവർക്ക് വ്യത്യസ്ത ടോപ്പിക് കൊടുത്ത് അവരെ അതിൽ മാത്രം എന്താ വെച്ചാൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളേജ് ഓഫ് കൊമേഴ്സിൽ വരുന്ന ഒരു കുട്ടി നാളെ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും അവന് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ മാത്രം പ്രാപ്തനാക്കിയിട്ട് അവന് വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്ത് വിടുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ അവരുടെ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ സംഘടനയിലും ഉണ്ടോ? അതിന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇപ്പോഴും നല്ല നിലയിൽ പോകുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കുറച്ച് കോളേജുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നീട് പാരലൽ കോളേജുകളാണ്. പാരലൽ കോളേജുകൾ പിറകോട്ട് കുറച്ച് പോകാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പകരമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു സംവിധാനമാണ് സ്വാശ്രയ കോളേജുകൾ. ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് 80ഓളം സ്വാശ്രയ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാശ്രയ കോളേജുകളും പല കോളേജുകളും നല്ല നിലയിൽ പോകുന്നുണ്ട്. അതിലൊന്നാണ് കോൺകോഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഞാനതിൻ്റെ ഈ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. താങ്കളെ തേടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതൊക്കെയോ ഒരു പല സ്ഥലത്തും താങ്കളെ കുറിച്ച് പറയുമ്പോൾ പുരസ്കാരങ്ങൾ പറയാറുണ്ട്. അതെ, പുരസ്കാരങ്ങളൊക്കെ പല പുരസ്കാരങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഗോകുലത്തിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? ഗോകുലത്തിൽ ഞാനുണ്ട്, വൈഫുണ്ട്. വൈഫ് ബിന്ദു മാധവൻ ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപികയാണ്. ഓ, അധ്യാപിക തന്നെയാണ്. പ്രണയവിവാഹം മറ്റായിരുന്നോ? അതെയോ? എങ്ങനെ കല്യാണം എങ്ങനെ ഏത് ഇയറിലാണ് നടക്കുന്നത്? കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആണോ പ്രണയമാണോ? അല്ല, പ്രണയമൊന്നുമല്ല, അറേഞ്ച്ഡ് മാരേജ്. അവളുടെ സബ്ജക്ട് ഫിസിക്സ് ആണ്, എൻ്റെ പ്രണയത്തിന് സാധ്യതയില്ല. അന്ന് സമയം ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം ഇതൊക്കെ കണ്ട് കണക്കിലെടുത്തിട്ട് സാധാരണ ആളുകൾ അത്യാവശ്യത്തിൽ ദാരിദ്ര്യം പറയാറില്ല. നമ്മള് എന്റെ ചെറിയ പ്രായത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് നമ്മൾ പ്രണയത്തിനൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഈ നിലയിൽ എത്തൂല. നമുക്ക് പ്രണയത്തിന് കുറച്ച് കാഠിന്യം കൂടുതലാണ്. അത് തന്നെയായിരിക്കും മനസ്സിൽ. മക്കള്
മകള് 2 കുട്ടികളാണ്. മൂത്തയാള് പിന്നെ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കിടെക്ചർ കഴിഞ്ഞു. അവളിപ്പോൾ ആർക്കിടെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ മൂത്തയാളിപ്പം കഴിഞ്ഞ നവംബറിലാണ് മാരേജ് കഴിഞ്ഞത്. അദ്ദേഹം പിന്നെ ബിൽഡറാണ്. ഇവള് ആർക്കിടെക്റ്റും അദ്ദേഹം ബിൽഡറും ആയതുകൊണ്ട് പുള്ളി IIM MBA ഒക്കെ കഴിഞ്ഞ് ഇല്ല ഇപ്പൊ മകളെ രണ്ടാമത്തെ ആൾ ഇപ്പം തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ മൂത്തയാൾ പഠിച്ച സ്ഥലത്ത് തന്നെ സിവിലിന് പഠിക്കുന്നു. അത് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾ. എങ്ങനെയുണ്ട് ജീവിതമെല്ലാം? ജീവിതമൊക്കെ വളരെ ആസ്വദിച്ച് കടന്നു വന്ന വഴികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഞാനൊക്കെ വളർന്നു എന്നാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു ആത്മാഭിമാനം. നമുക്ക് പ്രതിസന്ധികൾ സമ്മാനിച്ചവരോടുള്ള ഒരു മനോഭാവം എന്താണ്? നമുക്ക് എന്തായാലും ഈ കടന്നു വന്ന വഴികളിൽ പണി തരാൻ ഒത്തിരി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതില്ലാതെ പ്രതിസന്ധികൾ ഇപ്പൊ ഈ ആരുടെ ജീവിതത്തിൽ എടുത്തു പോയി കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ഇല്ലാതിരിക്കില്ല. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ പ്രതിസന്ധികളൊക്കെ ഞാൻ കാണുന്നത് പ്രതിസന്ധികളാണ് ജീവിതത്തെ ആവേശകരമാക്കുന്നത്. അത് തരണം ചെയ്യലാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ജനിക്കുന്നത് ഒരു വാടക വീട്ടിൽ ജനിച്ചു. അന്ന് എന്നോട് എൻ്റെ അമ്മ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, മകനെ നമ്മളെല്ലാം എപ്പോഴാണ് ഈ വെള്ളം ഇറ്റി വീഴാത്ത ഒരു വീട്ടിനകത്തേക്ക് താമസിക്കാൻ കഴിയുകയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, അമ്മ അതിനൊന്നും കുറെ കാലമൊന്നും എത്ര കാലം കൊണ്ട് കൊടുക്കാൻ പറ്റിയത്? അതൊക്കെ ഞാനൊക്കെ പഠിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒരു 5-8 വർഷം കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് സുഖസൗകര്യങ്ങൾ അനുഭവിച്ച എൻ്റെ അമ്മക്ക് അത്ര കൂടുതലൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ ഇപ്പൊ അടുത്താണ് മരിച്ചത്. 94 ഇയേഴ്സിലാണ് അച്ഛൻ മരിച്ചത്. എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഈ സൗകര്യങ്ങളിലൂടെ അവരെല്ലാവരും സ്വന്തമായിട്ട് എല്ലാവരും സെറ്റിൽഡ്. നിങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നു കൊടുത്ത് അവരെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവരെ നല്ല നിലയിലേക്ക് വളരാൻ എന്താണ് ആ മക്കളോടൊക്കെ ഇന്നത്തെ കാലഘട്ടം? നിങ്ങൾ തുടങ്ങുന്ന കാലഘട്ടത്തിലുള്ള മക്കളല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇന്നുള്ളത്. അപ്പൊ ഇന്നത്തെ തലമുറയോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ഇന്നത്തെ തലമുറയോട് പറയുന്നത്, നിങ്ങളാണ്, കുട്ടികളാണ്, ഭാവി ലോകത്തിന്റെ ആശയും പ്രതീക്ഷയുമാണ് നിങ്ങൾ. അപ്പം നിങ്ങളൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരാണ്. ആർക്ക് വേണ്ടപ്പെട്ടവരാണ്? നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടപ്പെട്ടവരാവണം, നിങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടപ്പെട്ടവരാവണം, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാവണം, നിങ്ങളുടെ തൊഴിൽ ദാതാവിന്, തൊഴിൽ ഉടമക്ക് വേണ്ടപ്പെട്ടവരാവണം. ഇവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാവണമെങ്കിൽ അവരെല്ലാവരും നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അപ്പം നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി തരുന്നത് വെറും ഒരു കടലാസ് സർട്ടിഫിക്കറ്റാണ്. ഈ കടലാസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇവരുടെയൊക്കെ തന്നെ അംഗീകാരം പിടിച്ചു പറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇവരുടെയൊക്കെ തന്നെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വാങ്ങാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിച്ചവരുടെയും നിങ്ങളുടെ രക്ഷിതാക്കളെയും, അപ്പോൾ എങ്ങനെയാണ് രക്ഷിതാക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് അല്ല. രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എൻ്റെ സായാഹ്ന കാലത്ത് എനിക്ക് താങ്ങായി, തണലായി, തുണയായി ഒക്കെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കാൻ പറ്റണം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ അച്ഛൻ 94 വയസ്സ് വരെ എൻ്റെ കൂടെ ജീവിച്ചു. അപ്പോൾ ഇപ്പോഴും പലപ്പോഴും പറയുകയാണ് രക്ഷിതാക്കളെ കടൽ തിണ്ണയിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കൊണ്ടുണ്ടാക്കി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വളരുന്ന മക്കളെ നമ്മൾ കാണിക്കണം. നമ്മളെ രക്ഷിതാക്കളെ എങ്ങനെ നോക്കുന്നോ അതുപോലെയാണ് നാളെ നമ്മളെ കുട്ടികൾ നമ്മളെ നോക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കുട്ടികളോടൊക്കെ പറയാറുള്ളത്, നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി തരുന്ന സർട്ടിഫിക്കറ്റിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ രക്ഷിതാക്കളുടെയും നമ്മുടെ തൊഴിൽ ദാതാവിൻ്റെയും അതുപോലെ തന്നെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് അംഗീകാരം പിടിച്ചു പറ്റാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാലത്തെയും ലോകത്തെയും കീഴടക്കിക്കൊണ്ട് ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കുട്ടികളോട് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഈ സമയം അതിക്രമിച്ചു പോയി. കാരണം എൻ്റെ ചോദ്യങ്ങൾ ഇനിയും ഡസൻ കണക്കിന് ചോദ്യങ്ങളാണ്. കാരണം നിങ്ങൾ ഈ കടന്നു വന്ന വഴികൾ ചെറുതല്ല. കാരണം നിങ്ങൾ ഈ 7 സ്ഥാപനങ്ങൾ നിങ്ങൾ വളർത്തി വലുതാക്കി. ഓരോ അധ്യായന വർഷം 8000-ലധികം കുട്ടികളെ വാർത്തെടുത്ത്. അതിനകത്ത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ക്യാമ്പസിലത്തെ ഒരു കുട്ടിക്ക് ഒരു ഡിഗ്രി കൊടുക്കുമ്പോൾ ഒരു ഡിഗ്രി മാത്രമല്ല, അവന് വർത്തമാനം പറയാൻ, നിവർന്ന് നിന്ന് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ആർജവം നൽകി, സാങ്കേതിക വിദ്യ നൽകിയിട്ടാണ് നിങ്ങൾ ഒരു കുട്ടിയെ പുറത്ത് അയക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു സുഖമാണ്. കാരണം എന്താ, സാധാരണ ഒരു ക്യാമ്പസിൽ പോയാൽ ആ സർട്ടിഫിക്കറ്റിനനുസരിച്ച് പഠിപ്പിക്കുക. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അതൊക്കെ മനസ്സിന് വലിയ സന്തോഷം. അതിൻ്റെ ഉപചോദ്യങ്ങളുണ്ട് ഒത്തിരി, ചോദിച്ചാൽ തീരില്ല. വലിയ സന്തോഷമാണ് സക്സസ് സ്റ്റോറിക്കുള്ളത്. കാരണം കടന്നു വന്ന വഴികൾ, സമൂഹത്തിന് നൽകുന്ന അനിമാഷ് എന്ന കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട അധ്യാപകൻ നൽകുന്ന സന്ദേശം
വലുതാണ്. ഇത് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഇതിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ഈ കോളേജ് ഓഫ് കൊമേഴ്സും അനുബന്ധ സ്ഥാപനങ്ങളും കണ്ണൂരിനൊരു മുതൽക്കൂട്ടാണ്. അതുപോലെ പ്രിയപ്പെട്ട അനിമാഷും ഇത്രയും വിലയേറിയ സമയം കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിക്ക് വേണ്ടി തന്ന അനിമാഷ്ക്ക് ഞങ്ങളുടെ നന്ദി, നമസ്കാരം.